ഹലോ അച്ചോ, ഹായ്, നമസ്തേ. വരാൻ പോകുന്ന ആനുവൽ എക്സാം ഹിന്ദിയിൽ, +1 ആനുവൽ എക്സാം ഹിന്ദിയിൽ 8 മാർക്ക് വളരെ സിമ്പിളായിട്ട് വാങ്ങാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഞാൻ ഇനി പഠിപ്പിക്കാൻ പോകുന്നത്. പോസ്റ്റർ ആണല്ലേ. പോസ്റ്റർ എന്തായാലും നിങ്ങൾക്ക് ചോദ്യപേപ്പറിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ പോസ്റ്റർ എഴുതുമ്പോൾ എങ്ങനെയാണ് നല്ലൊരു പോസ്റ്റർ തയ്യാറാക്കേണ്ടത് എന്നൊരു കാര്യമാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇതുവരെ നമ്മുടെ ഈ ഒരു ചാനൽ ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോളൂ. ഇനി മുതൽ ഒരുപാട് അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് വരുന്നതാണ്. അതുപോലെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് അടിക്കാം, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. ഹിന്ദി പഠിക്കാത്തവരാണ്, ഉൻ ലോഗ് ജോ ബി ഹിന്ദി नहीं पढ़ा हो, जो लोग हिंदी नहीं पढ़ा है उनको भी भेज दो ताकि वो भी अच्छी स्कोर्स कमा सकते हैं उनकी जो एग्जाम पे. सो എക്സാമിൽ നല്ലൊരു മാർക്ക് അവരും വാങ്ങട്ടെ. സോ ठीक है, फटाफट വീഡിയോ की ओर चलता है. നേരെ വീഡിയോയിലേക്ക് കടക്കാം. സോ പോസ്റ്റർ എഴുതുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. സോ ഈ രീതിയിലായിരിക്കും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നമ്പറോ 17 18 ആയിട്ട് ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചോദിച്ചിട്ട് ഇത്രയും കാര്യങ്ങളാണ് ചോദിക്കുക. ഏക് നമൂന है. 14 സെപ്റ്റംബർ 14 സെപ്റ്റംബർ എന്ന് പറയുന്നത് എന്താണ്? ഹിന്ദി ദിവസമാണ് അല്ലെ. 14 സെപ്റ്റംബർ എന്ന് പറഞ്ഞാൽ ഹിന്ദി ദിവസമാണ്. സോ ഹിന്ദി ദിവസത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ നടത്താൻ സാധ്യതയുള്ള എന്താണ്? ഒരു ഭാഷൺ പ്രതിയോഗിത എന്നൊരു കാര്യമുണ്ട്. കോമ്പറ്റീഷൻ ആണ്. സ്പീച്ച് ഇലക്യൂഷൻ കോമ്പറ്റീഷൻ. സ്പീച്ചിന്റെ ആ ഒരു കോമ്പറ്റീഷൻ എവിടെയാണ്? നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുവാണ് 14 സെപ്റ്റംബർ ആയിട്ടുള്ള നമ്മുടെ ഹിന്ദി ദിവസത്തോടനുബന്ധിച്ച് ഒരു ഭാഷൻ കാ മത്ലബ് ഹോത്ത ഇലക്യൂഷൻ ആണ് നിങ്ങളുടെ സ്കൂളിൽ സംഘടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിന്റെ എന്താണ്? വിശ്വഭാഷയ്ക്ക് റൂമേ ഹിന്ദി കാ വികാസ്. വിശ്വഭാഷയുടെ രൂപത്തിൽ, ലോകഭാഷയുടെ രൂപത്തിൽ, ലോകഭാഷയിലേക്കുള്ള ആ ഹിന്ദിയുടെ ആ ഒരു മാറ്റങ്ങൾ നമുക്കറിയാം. സുറീനാം ആവാം അല്ലെ, നമ്മൾ പഠിച്ചതായിരുന്നു അല്ലെ. സുറീനാമിലും ഫിജിയിൽ തുടങ്ങിയ മൗറീഷ്യസ് തുടങ്ങിയിടത്തൊക്കെ എന്താണ് ഹിന്ദിയുടെ യൂസേജും, അതുപോലെ തന്നെ ഗൾഫ് കൺട്രീസിലൊക്കെ ഹിന്ദിയുടെ യൂസേജ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. സോ വിശ്വഭാഷയിലേക്ക് ഹിന്ദിയുടെ ആ ഒരു കടന്നുകയറ്റവും ഹിന്ദിയുടെ യൂസേജസ് ഒക്കെ വെച്ചുകൊണ്ട് 14 സെപ്റ്റംബർ ഹിന്ദി ദിവസത്തോടനുബന്ധിച്ച് നിങ്ങളുടെ സ്കൂളിൽ എന്താണ്? ഒരു ഇലക്യൂഷൻ കോമ്പറ്റീഷൻ, ഭാഷൻ की जो प्रतियोगिता आपकी जो स्कूल में कंडक्ट कर रहा है, सो इसी का जो एक പോസ്റ്റർ തയ്യാർ करे എന്നാണ് ചോദ്യം. സോ വിശ്വഭാഷ കെ റൂം മേ ഹിന്ദി കാ വികാസ് ഇതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാർ करे എന്നൊരു ചോദ്യം ചോദിക്കുവാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പോസ്റ്റർ എങ്ങനെ നല്ല ഇത് തയ്യാറാക്കാം. സോ ഈ ഒരു പോസ്റ്ററിന്റെ ആ ഒരു ഫോർമാറ്റ് എന്തായാലും പഠിച്ചു വെച്ചോളൂ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. എന്തായാലും മേ ബി ചാൻസ് ഒക്കെ ഉണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും പലതവണ ചോദിച്ചു വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സോ അതുകൊണ്ട് ഈ ഒരു ക്വസ്റ്റ്യന്റെ ഇമ്പോർട്ടൻസി വളരെ കൂടുതൽ തന്നെയാണ്. സോ നേരെ നമുക്ക് ചെയ്യാം, പോസ്റ്ററിലേക്ക് പോവാം. പോസ്റ്ററിന്റെ ഒരു നമൂനയാണ്, ഫോർ എൻ എക്സാമ്പിൾ ആയിട്ടാണ് പോസ്റ്റർ ഞാൻ ഇവിടെ കാണിച്ചു തരാൻ പോകുന്നത്. എങ്ങനെയാണ്? ആദ്യം തന്നെ നല്ലൊരു ബോക്സ് ഇതുപോലെ 4 സൈഡുമായിട്ട് എന്താണ് ഒരു ബോക്സ് ഇങ്ങനെ നല്ല രീതിയിൽ വരക്കുക. ക്വസ്റ്റ്യൻ നമ്പർ എഴുതുന്നു. ക്വസ്റ്റ്യൻ നമ്പർ എന്തായാലും മിസ്സാവരുത്. ക്വസ്റ്റ്യൻ നമ്പർ എഴുതാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ക്വസ്റ്റ്യൻ നമ്പർ എന്തായാലും ഇവിടെ ഉൾക്കൊള്ളിക്കണം. സോ ക്വസ്റ്റ്യൻ നമ്പർ ഏതാണെങ്കിൽ അത് അവിടെ ഉൾക്കൊള്ളിക്കുകയാണ് ചെയ്യുന്നത്. അത് എഴുതിയതിന് ശേഷം നിങ്ങൾക്ക് എന്ത് എഴുതുന്നു? അത് എഴുതിയതിന് ശേഷം നേരെ നിങ്ങൾ പോയി എഴുതുവാണ് ഏതാണ് സ്കൂള്. ബോക്സ് ഒക്കെ വരച്ചു വെച്ചു, 4 അറ്റങ്ങൾ നമ്മൾ ബോക്സ് ആക്കി കള്ളികളാക്കി വരച്ചു. നേരെ പോയി എഴുതുവാണ് ആ സ്കൂളിന്റെ പേര് നമ്മൾ എഴുതുവാണ് ചെയ്യുന്നത്. സോ സ്കൂളിന്റെ പേര് എന്താണ്? GHSS. ഏതാണ് സ്കൂൾ ഉള്ളത്? GHSS. നിങ്ങൾക്ക് എന്തും എഴുതാം. ABC സ്കൂളിനോ അല്ലെങ്കിൽ GHSS എന്തെങ്കിലും ഒരു കണ്ണൂർ എന്തെങ്കിലും ഒരു സ്ഥലത്തിൻ്റെ പേരോ എന്ന് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. തൊട്ട് താഴെ എന്താണ്? നമ്മുടെ ഏതാണോ പ്രോഗ്രാം നല്ലൊരു കള്ളിൽ ഇതുപോലെ നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ളൊരു ബോക്സ് വരച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ പ്രോഗ്രാമിൻ്റെ ആ ഒരു പ്രത്യേകത നിങ്ങൾക്ക് ഇവിടെ ഉൾക്കൊള്ളിക്കാം. എന്താണ്? ഹിന്ദി ദിവസ് സമാരോഹ്. ഹിന്ദി ദിവസിൻ്റെ ആ ഒരു പ്രോഗ്രാമോ അതിൻ്റെ കൂടെ എന്താണ്? ഭാഷൻ പ്രതിയോഗിത ആണ്. സോ ഹിന്ദി ദിവസും അതുപോലെ തന്നെ ഭാഷൻ പ്രതിയോഗിത ഇലക്യൂഷൻ കോമ്പറ്റീഷനുമാണ് നമ്മുടെ ആ പ്രോഗ്രാം. ഇത് ക്വസ്റ്റ്യനിൽ തന്നെയില്ലേ? ക്വസ്റ്റ്യനിലില്ല, അത് മാറ്റി എഴുതിയാൽ മതി. അതിനുശേഷം ക്വസ്റ്റ്യനിൽ വേറെ ഒന്നും കൂടി ഉണ്ടായിരുന്നു. ഇത് ഏത് ദിവസമാണ് അല്ലെ? ഈ ഒരു ഹിന്ദി ദിവസം എന്ന് പറയുന്നത് ഏത് ദിവസമാണ്? നമുക്ക് ചോദ്യ പേപ്പറിൽ തരുന്ന ആ ക്വസ്റ്റ്യനിൽ ഉണ്ടാവുന്ന ആ ദിവസത്തിന്റെ പ്രത്യേകത കൂടെ ആ ദിവസവും കൂടെ അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ आपको क्या करना है? उन्हीं जो उस दिन को जो चुनकर आपको इधर लिखना है, उसी दिन को जो आपको क्वेश्चन पेपर से चुनकर आपको जो आंसर शीट में लिखना है. ക്വസ്റ്റ്യൻ പേപ്പറിൽ അതേ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അതേ ഡേയ്സ് ആ ഡേറ്റും നേരെ കൊണ്ടുപോയി ആൻസർ ഷീറ്റിൽ എഴുതിക്കോ. എപ്പോഴാണ്? 14 സെപ്റ്റംബർ 2023 को जो है ना, 2023 को है ना, 2023 को 23 को. अभी तो हो गया 24 हो गया, 26 हो गया. सो 26 हो गया. सो 26 का तो आने वाला है इनी वरान പോകുന്നതാണ്. सो आप 2000 क्या होता है? 25 2025 है. ये क्या है? 23 में 2023 को 2023 को ഓക്കെ. ഉദ്ഘാടക ആരാണ്? ഇതെന്തായാലും വിളിക്കണം. ഉദ്ഘാടക്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നല്ലൊരു സർക്കിൾ ഇങ്ങനെ വരച്ചു വെച്ചിട്ട് എന്ത് ചെയ്യണം? ഉദ്ഘാടക ആരാണെന്ന് എഴുതി വെക്കണം. ഉദ്ഘാടക് ആരാണ് ഇനാഗ്രേറ്റ് ചെയ്യുന്നത്? ആദരണീയ ജില്ലാധീഷ് ആണ്. ഓക്കെ, ഡിസ്ട്രിക്ട് കളക്ടറിനെയാണ് ആദരണീയ റെസ്പെക്റ്റഡ് ജില്ലാധീഷ്. ഓക്കെ, അതെന്തായാലും അതുപോലെ തന്നെ എഴുതിക്കോ. എന്ത് വന്നാലും ഇത് അങ്ങനെ തന്നെ എഴുതിക്കോ, മാറ്റൊന്നും വേണ്ട. അത് അവിടെ തന്നെ പക്കയാണ് അല്ലെ. ആരാണ് ഇനാഗ്രേറ്റ് ചെയ്യാൻ വരുന്നത്? ഡിസ്ട്രിക്ട് കളക്ടറെയാണ് ഞാൻ ഇൻവൈറ്റ് ചെയ്യിപ്പിക്കുന്നത്. സോ അത് അവിടെ തന്നെ
തന്നെ വെച്ചോ. എന്ത് ചോദ്യം വന്നാലും എഴുതിക്കോ. എവിടെയാണോ സംഘടിപ്പിക്കുന്നത്, ഏത് സ്ഥലത്താണുള്ളത്? സ്കൂൾ സഭാഭവൻ മേ, സ്കൂൾ സഭാഗൃഹ മേ, സ്കൂൾ മഞ്ചിലാണ് അല്ലെ, സ്കൂൾ മഞ്ചിലാണ് സ്ഥാൻ എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെ സമയം എപ്പോഴാണ്? സബേരെ 10 ബജെ, സുബഹ് 10 ബജെ, രാവിലെ 10 മണിക്കാണ് എന്ത് ചെയ്യുന്നത്, ഈ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ഹിന്ദി ദിവസത്തോടനുബന്ധിച്ചിട്ടുള്ള ആ ഒരു പ്രോഗ്രാം, ഇലക്യൂഷൻ കോമ്പറ്റീഷനും അതുപോലെ തന്നെ ആ ഒരു സമാരോഹ പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത് എപ്പോഴാണ്? ആ ഒരു സമയം രാവിലെ എത്ര മണിക്കാണ്? സമയം സുബഹ് 10 ബജെയാണ്, സബേരെ 10 ബജെ എന്ന് പറയാം, സുബേ 10 ബജെ എന്ന് പറയാം. രാവിലെ എന്നതിനാണ് സബേരെ സുബഹ് എന്നൊക്കെ പറയുന്നത്. സോ 10 മണിക്കാണ്. അത് എവിടെയാണോ സ്ഥാൻ, എവിടെയാണോ കണ്ടക്ട് ചെയ്യുന്ന ആ പ്ലേസ്, അതും കൂടെ നമ്മൾ മെൻഷൻ ചെയ്യാണ്. ഭാഷൻ പ്രതിയോഗിത, ഏത് കോമ്പറ്റീഷൻ ആണുള്ളത്? ഇലക്യൂഷൻ കോമ്പറ്റീഷൻ ആണ്. ഭാഷൻ പ്രതിയോഗിത ഉണ്ട്. 11 ബജെ സെ ഭാഷൻ പ്രതിയോഗിത ചലേഗി. 11 മണി മുതൽ എന്താണ് ഈ ഒരു ഇലക്യൂഷൻ കോമ്പറ്റീഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ആ പോസ്റ്ററിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ എന്താണുള്ളത്? അതിൻ്റെ കൂടെ എന്താണുള്ളത്? യെസ് അതിൻ്റെ കൂടെ നമ്മൾ വിഷയം കൂടി എഴുതുന്നു. വിശ്വ ഹിന്ദി കെ രൂപ മേ ഹിന്ദി കാ വികാസ് എന്നാണ് ചോദ്യ പേപ്പർ തന്നിട്ടുള്ളത്. വിഷയം വിശ്വ ഹിന്ദിയുടെ രൂപത്തിൽ ഹിന്ദിയുടെ വികാസം എന്ന രീതിയിൽ എന്താണ് ആ ഒരു വിഷയത്തിലാണ് നിങ്ങൾക്ക് സ്പീച്ച് ചെയ്യേണ്ടത്, ഇലക്യൂഷൻ ചെയ്യേണ്ടത്. അത് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ പോസ്റ്ററിൽ മെൻഷൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ എപ്പോഴും ഉൾക്കൊള്ളുന്ന കാര്യമാണ് സബ്കാ സ്വാഗത്. സബ്കാ സ്വാഗത് ഒരുമിച്ചാണ് വേണ്ടത്. സബ്കാ ജോ ക്യാ ഹോത്താ ഹൈ? സ്വാഗത്. സബ്കാ സ്വാഗത് ഹൈ, സബ്കാ സ്വാഗത് ഹൈ എന്ന് എഴുതുന്നു. സബ്കാ സ്വാഗത് ഹൈ എന്ന് എഴുതിയിട്ട് എന്ത് ചെയ്യുന്നു നമ്മൾ അവിടെ അവസാനിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതിനോട് ജയ് ഹിന്ദ്, ജയ് ഹിന്ദി. ഓക്കെ, ജയ് ഹിന്ദ്, ജയ് ഹിന്ദി. ഇനി ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ലാസ്റ്റ് മെൻഷൻ ചെയ്യുന്നു. ആരാണ്? ഹിന്ദി ക്ലബ്ബാണ്, GHHS എന്ന ഹിന്ദി ക്ലബ്ബും കൂടെ നിങ്ങൾ മെൻഷൻ ചെയ്യാണ്. അതും കൂടെ കഴിഞ്ഞാൽ എന്തായി, നമ്മുടെ ആ ഒരു പോസ്റ്റർ പക്കയായിട്ട് മാറിയിട്ടുണ്ട്. ആരാണോ കണ്ടക്ട് ചെയ്യുന്നത് എന്നൊരു കാര്യം കൂടെ നിങ്ങൾ ലാസ്റ്റ് ഉൾപ്പെടുത്തുക. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാനിതൊന്ന് മായ്ക്കാം. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കണമെങ്കിൽ ഞാനിതൊന്ന് മായ്ച്ചു തരാം. സോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് നിങ്ങൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കേണ്ടിയിരിക്കുന്നു. അവസാനം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഹിന്ദി ക്ലബ്ബ് GHHS ഏതാണോ സ്കൂളിലെ ഹിന്ദി ക്ലബ്ബാണോ കണ്ടക്ട് ചെയ്യുന്നത് അത് താഴെയും കൂടെ അവസാനിക്കുന്നു. ഇതെന്തായാലും എഴുതണം, സബ്കാ സ്വാഗത്. എല്ലാവരെയും ഇൻവൈറ്റ് ചെയ്യുന്നു ഈ ഒരു പ്രോഗ്രാമിലേക്ക്, എല്ലാവരെയും. ഓക്കെ, സൂചന പോസ്റ്ററാണ്, അതുകൊണ്ടാണ് എല്ലാവരെയും ഈ ഒരു പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നു എന്നതുകൂടെ മെൻഷൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പോസ്റ്റർ അവസാനിക്കാം. 6 മുതൽ 8 മാർക്ക് വരെ നിങ്ങൾക്ക് ഈസി ആയിട്ട് 8 മാർക്ക് തന്നെ വാങ്ങാൻ ക്വസ്റ്റ്യൻ സാധ്യതയുള്ളത് തന്നെയാണ്. സോ വിജ്ഞാപനം അവിടെ വന്നുകൊണ്ട് തന്നെ 6 മാർക്കോളം എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഈ ഒരു പോസ്റ്റർ റൈറ്റിംഗ് എന്ന് പറഞ്ഞത്. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. 6 to 8 മാർക്കിന് ചോദിക്കാൻ ചാൻസ് ഉള്ളത് തന്നെയാണ്. സോ എന്തായാലും നോട്ട് ചെയ്ത് വെച്ചോളൂ. പോസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി മിസ്സാവരുത്. ഇതിൻ്റെ സ്ക്രീൻഷോട്ട് ഒന്ന് വെച്ചോളൂ. ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് റിവൈസ് ചെയ്തൊന്ന് കേട്ട് പഠിച്ചോളൂ. ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റർ വാങ്ങാൻ ഈ പോസ്റ്ററിലെ 6 മാർക്ക് കംപ്ലീറ്റ് ആയിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്. നിങ്ങളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ തന്ന ആ ഒരു മോഡൽ എടുത്ത് നിങ്ങളുടെ ആ ഒരു ആൻസർ ഷീറ്റ് നല്ലൊരു പേപ്പറിൽ നിങ്ങളൊന്ന് എഴുതി അതിനൊന്ന് പ്രാക്ടീസ് ചെയ്യുന്നു. ഓരോ ദിവസങ്ങളുടെ പ്രത്യേകത എടുക്കുന്നു. ഗലീലിയോ ദിവസം February 15 എടുക്കുന്നു. ഓക്കെ, ചിൽഡ്രൻസ് ഡേ ഉണ്ട്, ചാച്ചാജി ഡേ ആണ്, November 14th ആണ്. അതൊക്കെ വെച്ചുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങൾ ആ ഒരു പോസ്റ്ററിൻ്റെ ആ ഒരു മോഡൽ തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ആനുവൽ എക്സാം ഹിന്ദിയിലെ +1 ആ ഒരു മാർക്ക് നിങ്ങൾക്ക് മിസ്സാവത്തില്ല. സോ ഇത്രയും കാര്യങ്ങളാണ് എനിക്കിവിടെ പറയാനുള്ളത്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആയിട്ട് ഞാൻ വരാം. നിങ്ങൾക്ക് ഇത്രമാത്രം യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ ഒരു വീഡിയോസ് എന്നുള്ളത് നിങ്ങൾക്ക് കമന്റ് ബॉक्स में പറയാം. जोश लगा दो, कमेंट बॉक्स में फायर लगा दो. तो ठीक है बच्चों, मिलते हैं अगली वीडियो में. तब तक के लिए धन्यवाद. आपके जो फ्रेंड्स के साथ ये वीडियो शेयर कर दीजिएगा. तो मिलते हैं. धन्यवाद. जय हिंद एंड थैंक यू.